രാത്രി 12 മണി. സ്കൂളിൽ ഒരു വാച്ച്മാൻ മാത്രമേ ഉണ്ടായിരുന്നു. ഒരു റൗണ്ട് കൂടി നോക്കിയിട്ട് ഒന്ന് വിശ്രമിക്കാം. പക്ഷെ പെട്ടെന്ന് സ്കൂൾ ബെൽ തനിയെ മുഴങ്ങുവാൻ തുടങ്ങി. ഈ രാത്രി ബെല്ലടിച്ചത് ആരാണവിടെ? പഴയ പ്രിൻസിപ്പൽ സാറിന്റെ ഭൂതം. ആ നിഴൽ നേരെ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് നീങ്ങി. ട്രോഫി മോഷണം പോയിരിക്കുന്നു, രക്ഷിക്കണേ, ഭൂതം ട്രോഫി കൊണ്ടുപോയി. ബെൽ തനിയെ മുഴങ്ങി. ഭൂതത്തെയും കണ്ടു, ട്രോഫിയും കാണാതായി. പക്ഷെ ഒരു ചെറിയ ക്ലൂ അവിടെ ബാക്കിയുണ്ടായിരുന്നു. മെഹുലിന്റെ എൻട്രിയും പിന്നെ ആദ്യത്തെ ക്ലൂവും. അടുത്ത ദിവസം രാവിലെ സ്കൂൾ മുഴുവൻ ഒരേ ഒരു ചർച്ച. രാത്രി ബെൽ തനിയെ മുഴങ്ങി. ഭൂതത്തെ കണ്ടു, ഗോൾഡൻ ചാമ്പ്യൻ ട്രോഫി കാണാതായി. സർ, ഹോണ്ടഡ് സ്കൂളിലും സമോസ കിട്ടുമല്ലോ. ഫോക്കസ് ആലിയ, ഫോക്കസ് ചെയ്യുവാൻ എനർജി വേണം സർ. മെഹുൽ മോനെ, ഇന്ന് ആനുവൽ ഫംഗ്ഷനിൽ ട്രോഫി പ്രദർശിപ്പിക്കാനുള്ളതായിരുന്നു. അത് കണ്ടെത്തണം സർ. രാത്രി ബെൽ തനിയെ മുഴങ്ങി. പിന്നെ പഴയ പ്രിൻസിപ്പാളിന്റെ ഭൂതത്തെ ഞാൻ കണ്ടു. സർ, ഭൂതം ചിപ്സും മോഷ്ടിക്കുമോ? നോ. എന്നാൽ പ്രശ്നമില്ല. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. മെഹുൽ നേരെ ബെല്ലിനടുത്തേക്ക് പോകുന്നു. അവിടെ നിന്നാണല്ലോ ഈ ഭൂതകഥ തുടങ്ങിയത്. ലോജിക്കൽ ആർമി, ഇതെന്തായിരിക്കാം? ഇവിടെ എന്തായിരിക്കാം നടന്നത്? ലോജിക്കൽ ആർമി, ഇതൊരു സാധാരണ നൂലല്ല, ട്രാൻസ്പെറന്റ് ത്രെഡാണ്. രാത്രിയിൽ ആരോ ഈ ത്രെഡ് ബെല്ലിന്റെ റോപ്പിൽ കെട്ടിയിരുന്നു. അയ്യോ, റോപ്പ് അനങ്ങുന്നു. എക്സാക്ട്ലി, ബെൽ തനിയെ മുഴങ്ങിയതല്ല, ഈ റോപ്പ് ദൂരെ നിന്ന് വലിക്കുകയായിരുന്നു. അത്ര നേർത്ത ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഇരുട്ടിൽ വാച്ച്മാന് അത് കാണുവാനുമായില്ല. സർ, ബെൽ മുഴക്കിയത് ഭൂതമല്ല, ടോയ് കാറാണ്. എക്സാക്ട്ലി. കള്ളൻ ത്രെഡ് ബെല്ലിൽ കെട്ടി. എന്നിട്ട് ത്രെഡിന്റെ മറുവശം റിമോട്ട് കൺട്രോൾ ടോയ് കാറിലും കണക്ട് ചെയ്തു. കാർ മുന്നോട്ട് പോയപ്പോൾ ത്രെഡ് വലിഞ്ഞു. ത്രെഡ് റോപ്പിൽ വലിച്ചു. ബെല്ല് മുഴങ്ങുകയും ചെയ്തു. ഒരു വസ്തുവിനെ വലിക്കുകയോ തള്ളുകയോ ചെയ്താൽ അത് ചലിക്കും. ഇവിടെ ഫോഴ്സ് കൊടുത്തത് ടോയ് കാറാണ്. ആ ഫോഴ്സ് ത്രെഡ് വഴി റോപ്പിലേക്കും എത്തി. അങ്ങനെ ബെൽ മുഴങ്ങി. അപ്പോൾ ഇവിടെ ശരിക്കും ഭൂതമല്ല, റിമോട്ട് കൺട്രോൾ സയൻസ്. എക്സാക്ട്ലി. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ബെല്ലിന്റെ രഹസ്യം തെളിഞ്ഞു. പക്ഷെ ഇപ്പോൾ ഒരു പുതിയൊരു ചോദ്യം. സയൻസ് ലാബിലുള്ള ടോയ് കാർ ബെല്ലിനടുത്ത് എങ്ങനെ എത്തി? ബെല്ലിന്റെ രഹസ്യം സോൾവ് ആയി. പക്ഷെ വാച്ച്മാൻ രാത്രി മതിലിൽ ഒരു വലിയ നിഴലും കണ്ടിരുന്നു. ലോജിക്കൽ ആർമി, ശ്രദ്ധിച്ചു നോക്ക്. വോളിലെ ലൈറ്റ് മാർക്ക്, ഫ്ലോറിലെ ലെൻസ് ക്യാം, ഈ വൈറ്റ് ക്ലോത്ത് ഫൈബർ. രാത്രി ഭൂതത്തിന്റെ നിഴൽ എങ്ങനെയായിരിക്കും ഉണ്ടാക്കിയത്? സർ, ചെറിയൊരു വസ്തുവിന്റെ ഷാഡോ മതിലിൽ വലുതായി കാണാം. കറക്റ്റ് ഡിറക്ഷൻ. ഭൂതത്തെ ഇവിടെ നിന്നാ ഉണ്ടാക്കിയത്. കള്ളൻ പ്രൊജക്ട് ലൈറ്റിന്റെ മുന്നിൽ വൈറ്റ് ക്ലോത്ത്, ക്യാപ്, സ്റ്റിക്ക് എന്നിവ വെച്ചു. അതിന്റെ ഷാഡോ കോറിഡോറിലെ മതിലിൽ വലുതായി പതിഞ്ഞപ്പോൾ പഴയ പ്രിൻസിപ്പിൾ പോലെ തോന്നി. ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ലൈറ്റിന്റെ വഴിയിൽ ഒബ്ജക്റ്റ് വന്നാൽ ഷാഡോ ഉണ്ടാകും. ഒബ്ജക്റ്റ് ലൈറ്റിനടുത്തായാൽ ഷാഡോ മതിലിൽ കൂടുതൽ വലുതായും കാണപ്പെടും. അപ്പോൾ ഞാൻ കണ്ടത് ഭൂതത്തെയല്ല, തുണിയുടെ ഷാഡോ ആയിരുന്നു അല്ലേ? ഷാഡോ യഥാർത്ഥമായിരുന്നു, ഭൂതം ഫേക്ക് ആയിരുന്നു. റോബോട്ടിക്സ് കിറ്റ്, ഒപ്റ്റിക്കൽ കിറ്റ്, രണ്ടും സയൻസ് ലാബിലേതാണ്. സർ, നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്സ് പാക്കറ്റ്. ഓക്കെ, ഭൂതം നോർമൽ സൈസ് തന്നെയായിരുന്നു. ബെൽ ഫേക്ക്, ഗോസ്റ്റ് ഷാഡോ ഫേക്ക്. പക്ഷെ ഏറ്റവും വലിയ ചോദ്യം, ലോക്ക് ചെയ്തിരുന്ന പ്രിൻസിപ്പലിന്റെ റൂമിൽ നിന്നും ട്രോഫി എങ്ങനെ പോയി? ഗ്ലാസും പൊട്ടിയിട്ടില്ല, ലോക്ക് പൊട്ടിയിട്ടില്ല. എന്നിട്ടും ട്രോഫി എങ്ങനെ മോഷണം പോയി? ഈ ഭൂതത്തിന് ലോക്ക് തുറക്കാനും അറിയാമായിരുന്നോ? ഇൻട്രസ്റ്റിംഗ്. ലോജിക്കൽ ആർമി, ലോക്ക് പൊട്ടിയിട്ടില്ല, ഗ്ലാസ് പൊട്ടിയിട്ടുമില്ല. ഒറിജിനൽ കീ പ്രിൻസിപ്പലിന്റെ കയ്യിലുമായിരുന്നു. പിന്നെ ട്രോഫി ക്യാബിനറ്റ് എങ്ങനെ തുറന്നു? ഡ്യൂപ്ലിക്കേറ്റ് കീ യൂസ് ചെയ്ത്. ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കിയാൽ അതിന്റെ റെക്കോർഡ് സ്റ്റാഫ് രജിസ്റ്ററിൽ ഉണ്ടാകുമല്ലോ. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. കള്ളൻ ലോക്ക് തുറന്നു, പക്ഷേ തിരക്കിൽ ഫുട് പ്രിന്റ്സ് അവിടെ ബാക്കി വെച്ചു. സർ, ഇത് ആരുടെയോ ഷൂസിന്റെ ഫുട് പ്രിന്റ്സ് ആണ്. എക്സാക്ട്ലി. ഇതാണ് നമ്മളെ കള്ളനിലേക്ക് എത്തിക്കുക. എവിഡൻസിന്റെ കൂടെ ടിഫിനും കിട്ടിയിട്ടുണ്ട്. ഫുട് പ്രിന്റ്സ്. ഫുട് പ്രിന്റ് ഇൻവെസ്റ്റിഗേഷനിൽ സ്നാക്സിന് ഒരു ബഹുമാനവും ഇല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ചയാൾ സ്കൂളിനുള്ളിലുള്ള ആളാണ്.
ഇപ്പോൾ മെഹുലിന് സ്കൂളിലെ സ്റ്റാഫിനെ കാണണമായിരുന്നു. കാരണം കള്ളൻ സ്കൂളിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. മെഹുൽ അന്ന് രാത്രി സ്കൂളിലുണ്ടായിരുന്ന എല്ലാവരെയും വിളിപ്പിക്കുന്നു. ഞാൻ ക്ലാസുകൾ ലോക്ക് ചെയ്യുകയായിരുന്നു. ഞാൻ സയൻസ് ലാബിൽ എക്സിബിഷൻ മെറ്റീരിയൽസ് ഒരുക്കുകയായിരുന്നു. ഞാൻ ഗ്രൗണ്ടിലായിരുന്നു. ട്രോഫിയുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. ഞാൻ ക്യാൻറ്റീനിൽ ആനുവൽ ഫംഗ്ഷനുള്ള സ്നാക്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആലിയ, സർ, ഞാൻ സസ്പെക്ട്സിനെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയായിരുന്നു. ഇവർ 4 പേരെയും സൂക്ഷിച്ചു നോക്ക്. പ്രിൻസിപ്പൽ റൂമിന്റെ മുന്നിലുണ്ടായിരുന്നത് ആരാണെന്ന് പറയാമോ? സർ, കോച്ചിന്റെ ഷൂസ് മാച്ച് ചെയ്യുന്നുണ്ട്. കറക്റ്റ്. കോച്ച്, നിങ്ങൾ പ്രിൻസിപ്പൽ റൂമിൽ പോയിരുന്നോ? അതെ, പോയിരുന്നു. പക്ഷെ ട്രോഫി ഞാൻ മോഷ്ടിച്ചിട്ടില്ല. പ്രിൻസിപ്പൽ റൂം, ട്രോഫി ക്യാബിനറ്റ് ഓപ്പൺ. വേഗം ചെക്ക് ചെയ്യൂ. ഈ ഒരു മെസ്സേജ് വന്നതുകൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ എത്തിയപ്പോഴേക്കും ട്രോഫി കാണാതായിരുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ കോച്ചാണോ കള്ളൻ, അല്ലെങ്കിൽ ആരെങ്കിലും കോച്ചിനെ കുടുക്കിയതാണോ? അതാണിപ്പോൾ കണ്ടെത്തേണ്ടതും. ഫുട് പ്രിന്റ്സ് കോച്ചിനെ സംശയത്തിലാക്കി. പക്ഷേ മെസ്സേജ് വന്നതോടെ കേസ് കൂടുതൽ കോംപ്ലിക്കേറ്റഡുമായി. ആ മെസ്സേജ് സ്കൂൾ മെസ്സേജിംഗ് സോഫ്റ്റ്വെയർ വഴിയാണ് അയച്ചത്. അത് കമ്പ്യൂട്ടർ റൂമിലാണ്. ഓഹോ, കൺഫ്യൂഷൻ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. മെഹുൽ വേഗം തന്നെ ആ ഫേക്ക് മെസ്സേജ് അയച്ച കമ്പ്യൂട്ടറിനടുത്തേക്ക് എത്തുന്നു. സർ, കള്ളനും ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ സ്നാക്സ് കഴിക്കുമോ? അത് റാപ്പർ അല്ല, ചോക്ക് ഡസ്റ്റ് ആണ്. ബെൽ മുഴങ്ങിയതിനു ശേഷമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആദ്യം ബെൽ മുഴക്കി എല്ലാവരെയും പേടിപ്പിച്ചു. പിന്നെ ഗോസ്റ്റ് ഷാഡോ കാണിച്ചു. അതിനുശേഷം കോച്ചിന് ഫേക്ക് മെസ്സേജ് അയച്ച് പ്രിൻസിപ്പൽ റൂമിലേക്ക് വിളിച്ചു. അതായത് കള്ളൻ കോച്ചിന് ലേറ്റ് എൻട്രി നടത്തി. ഫുട് പ്രിന്റ്സിന്റെ കുറ്റം കോച്ചിന്റെ മേൽ വരാൻ വേണ്ടി. എക്സാക്ട്ലി. എന്റെ എല്ലാ ഉത്തരങ്ങളും സയൻസ് ലാബിലുണ്ട്. അങ്ങോട്ടേക്ക് പോകാം. ലോജിക്കൽ ആർമി, ഒരു ഇൻട്രസ്റ്റിംഗ് ക്ലൂ മെഹുലിന്റെ കണ്ണിൽ പെട്ടു. നിങ്ങളുടെയോ? ഡ്യൂപ്ലിക്കേറ്റ് കീ. അപ്പോൾ കള്ളൻ ഒറിജിനൽ കീയുടെ ഇംപ്രഷൻ എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കി. എക്സാക്ട്ലി. കള്ളൻ ആദ്യം ഒറിജിനൽ കീയുടെ വാക്സ് ഇംപ്രഷൻ എടുത്തു. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കി ക്യാബിനറ്റ് തുറന്നു. ട്രോഫി എടുത്തു. ലോക്ക് വീണ്ടും അടച്ചു. സയൻസ് ടീച്ചർ. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ എല്ലാ ക്ലൂസും മെഹുലിന്റെ പക്കലുണ്ട്. ബെല്ലിന്റെ ട്രിക്ക്, ഷാഡോയുടെ ട്രിക്ക്, ഡ്യൂപ്ലിക്കേറ്റ് കീ എല്ലാം സയൻസ് ലാബുമായി കണക്റ്റഡ് ആയിരുന്നു. ടോയ് കാർ സയൻസ് ലാബിൽ നിന്ന്, പ്രൊജക്ടർ സയൻസ് ലാബിൽ നിന്ന്, വാക്സ് മോൾഡ് സയൻസ് ലാബിൽ നിന്ന്. ഇതാ ലാബ് കോട്ട് മിസ്റ്റർ കമ്മത്തിന്റേതാണ്. യഥാർത്ഥ കള്ളൻ സയൻസ് ടീച്ചർ മിസ്റ്റർ കമ്മത്താണ്. സയൻസ് ടീച്ചർ സയൻസ് ഉപയോഗിച്ച് മോഷണം നടത്തി. ആദ്യം റിമോട്ട് ടോയ് കാർ ഉപയോഗിച്ച് ബെല്ല് മുഴക്കി. പിന്നെ പ്രൊജക്ടർ ഉപയോഗിച്ച് ഫേക്ക് ഗോസ്റ്റ് ഉണ്ടാക്കി. ഒറിജിനൽ കീയുടെ ഇംപ്രഷൻ എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് ക്യാബിനറ്റ് തുറന്ന് ട്രോഫിയും എടുത്തു. ലോക്ക് വീണ്ടും അടച്ചു. പിന്നെ കോച്ചിന് ഫേക്ക് മെസ്സേജ് അയച്ച് കുറ്റം അദ്ദേഹത്തിന്റെ മേലും ചുമത്തി. അതെ, അത് ചെയ്തത് ഞാനാണ്. ട്രോഫി ഒളിപ്പിച്ച് സ്കൂളിനെ അപമാനിക്കാനായിരുന്നു എന്റെ ഉദ്ദേശം. കമ്മത്ത് സർ, നിങ്ങൾ കുട്ടികളോട് തികച്ചും വിശ്വാസവഞ്ചനയാ കാട്ടിയത്. ട്രോഫി കിട്ടി. സർ, കേസ് സോൾവ്ഡ്. ഇനി സമോസ ഓപ്പൺ. കേസ് ക്ലോസ്ഡ്.